നമസ്കാരം. ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രാജ്മ മസാലയാണ്. അപ്പോൾ രാത്രി ഇത് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ച് രാവിലെ നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കി വെറുതെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കുക കുക്കറിൽ. രാജ്മ നന്നായി വെന്തു. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് മസാല വറുത്തെടുക്കാം. വെറുതെ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാൻ വേണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല വറുത്തെടുക്കാം. മസാല വറുത്തെടുക്കാൻ ആദ്യം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടു അതിലേക്ക്. അതിനുശേഷം 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കുരുമുളക് കുറച്ച് ഒരു 4-5-6 എണ്ണം, പിന്നെ 2 ഏലക്കായ, പട്ട, പിന്നെ 1 ഗ്രാമ്പൂ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളി ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇടുക, 1 വലിയ ഉള്ളി, 2 ചെറിയ തക്കാളി, 2 പച്ചമുളക്, 2 വലിയ ചുമന്ന മുളക്, പിന്നെ വേണമെങ്കിൽ കറിവേപ്പില ഇടാം, പക്ഷേ ഞാൻ ഇടുന്നില്ല, അതിൻ്റെ അവസാനം ഇടാം നമുക്ക്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടണം ഇതിലേക്ക്, ഒരു കളറിന് വേണ്ടിയിട്ട്. കാരണം പച്ചമുളക് 2 എണ്ണം 3 എണ്ണം ഇട്ടിട്ടുണ്ട്, അധികം എരിവ് വേണ്ടല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുക. വഴണ്ട മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാൻ അങ്ങനെയല്ലേ തോലോട് കൂടിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. എന്നാൽ ഒരുപാട് നേരം നമുക്ക് വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഒരു സ്റ്റീം വരുന്നവരെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊരു മിക്സിയിലിട്ട് അരയ്ക്കണം. ഇപ്പോൾ ചൂടുണ്ടെങ്കിൽ അതിനൊരു ടിപ്പ് തരാം, 2 ഐസ് ക്യൂബ്സ് അതിലിട്ടാൽ മതി. അപ്പോൾ നന്നായി തണുത്ത് കിട്ടും, നമുക്ക് അരച്ചെടുക്കുക. പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചൂടാറാൻ വെയിറ്റ് ചെയ്യാൻ നേരം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും, വേഗം അരച്ചു കൊടുക്കാം. മസാല ആയതുകൊണ്ട് ഐസ് ക്യൂബ്സ് കിട്ടും. മസാല നന്നായി അരിഞ്ഞു. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ ഓൾറെഡി എണ്ണയുണ്ടല്ലോ. കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് രാജ്മ ഇടാം. നന്നായി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് മസാല പച്ചമണമൊക്കെ പോട്ടെ. എന്നിട്ട് കാരണം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഉള്ളത് കൊണ്ടേ അതിങ്ങനെ തെറിച്ചിട്ട് പുറത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രാജ്മ ഇടും. ഈ മസാല കുറച്ച് കറിവേപ്പില ഇട്ടു, അതിലേക്ക് രാജ്മ ഇടാം. അപ്പം എന്നിട്ട് നന്നായി കുക്കാവട്ടെ. അത് രണ്ടും കൂടി നന്നായി മിക്സ് ആവട്ടെ. എല്ലാ മസാലയും ഒക്കെ രാജ്മയിലേക്ക് മിക്സ് ആവട്ടെ. ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് നമ്മളെ ഗ്രേവി ആവശ്യം എത്രയുണ്ടോ അത്രയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായി കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി നന്നായി വേവിച്ചിടാം. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പിടാം. മറ്റേ രാജ്മയിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ മസാലയ്ക്കൊക്കെ കുറച്ച് ഉപ്പ് വേണ്ടേ, അപ്പോൾ ആ ഉപ്പിടുക ഈ സമയത്ത്. എന്നിട്ട് അടച്ചിട്ട് കുറച്ച് നേരം സിമ്മിൽ ആക്കിയിട്ട് വേവിച്ചെടുക്കുക. സിമ്മായിട്ട് വേവിച്ചെടുക്കുക കുറച്ച് നേരം. എന്നിട്ട് ഒന്ന് വെയിറ്റ് ഇട്ട് കുറച്ച് നേരം വേവിച്ചെടുത്തതിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ടാവും. കറി റെഡി ആയിട്ട് എത്ര സിമ്പിളായിട്ട് നമുക്കാക്കാം. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യും. റെഡിയായി രാജ്മ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നല്ല ഗ്രേവി ഉണ്ടാവും ഇതിന്. അപ്പോൾ നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി രാജ്മ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും മല്ലിയില ഇട്ട് കുറച്ചൊന്ന് അലങ്കരിച്ചാൽ ഒന്നും കൂടി നന്നായിരിക്കും, പക്ഷേ മല്ലിയില പെട്ടെന്ന് തീർന്നു പോയി ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിന എല്ലാം മാത്രം വെറുതെ വെച്ചിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് സാധനങ്ങളില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മളെ സൗകര്യത്തിന് എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.